ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈ ഒരു മിനി സ്ക്രഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഫാബ്രിക് ഇതുപോലെ നാല് പീസായിട്ട് മടക്കി വെക്കുന്നുണ്ട്. 4 മടക്കാക്കിയിട്ട് മടക്കി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാർജ് ചെയ്ത്, എക്സൽ ചെയ്ത്, മീഡിയം ചെയ്ത്. ഇത് മിനി സ്ക്രഞ്ചിയാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഫാബ്രിക് അതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള ആ ഒരു മെഷർമെൻ്റ് അല്ല നമുക്കിതിൽ വേണ്ട. അതിൻ്റെ അകത്ത് പറഞ്ഞാൽ നമ്മളിതിന് മുമ്പേ ചെയ്തിട്ടില്ലേ, എക്സലും ലാർജും മീഡിയം ഒക്കെ ചെയ്തിട്ടില്ലേ, അതിൻ്റെ ആ ഒരു അളവല്ല നമുക്ക് ഈ ഒരു മിനി സ്ക്രഞ്ചി ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അതിൽ നിന്നും കുറവാണ് വേണ്ടത്. നമ്മളെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ സ്ക്രഞ്ചിയാണിത്. അപ്പം നമുക്ക് ആദ്യം അതിന് വേണ്ട രീതിയിൽ ഈ ഒരു ഫാബ്രിക്കിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും വേണ്ടി വരും, ഇത്രയും വേണ്ടി വരില്ല. 11 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ശരിക്കും 11 അത്രയായി 22 ഇഞ്ചാണ് നമ്മളുടെ ലെങ്ത്ത്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന മിനി സ്ക്രഞ്ചിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ച്. അപ്പോൾ ഞാൻ പകുതിയായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കതുപോലെ പകുതിയായിട്ട് എടുത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ 4 മടക്കായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി മെഷർ ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം വീതി നമ്മൾ എടുക്കുന്നത് 4.5 ഇഞ്ച് അളവിലാണ് നമ്മൾ വീതി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീതി ഇവിടെ മെഷർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ വരഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത്ത് 22 ഇഞ്ച്, അപ്പം വീതി എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. അപ്പോൾ ഇതാ ഞാനിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഓരോ സ്ക്രഞ്ചി ചെയ്ത്, അപ്പം ഇതാദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒട്ടും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇതിന് മുമ്പേ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് ഞാൻ എടുത്തിട്ടുള്ള അലാസ്റ്റിക്കിൻ്റെ സൈസും മാറ്റമുണ്ട്. കാരണം ഇത് ചെറിയ സ്ക്രഞ്ചി ആയതുകൊണ്ട് തന്നെ ഞാൻ 7 ഇഞ്ചാണ് അലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ചിൻ്റെ 7 ഇഞ്ച് അലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ആക്കൽ എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോസിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കയറി കണ്ടുവെക്കാം. അപ്പോൾ നമുക്കിത് മിനി സ്ക്രഞ്ചി ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് സ്ക്രഞ്ചിയാണ് മിനി സ്ക്രഞ്ചി. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ആക്കാം. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കാമെന്ന് വേറെയും മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ യൂസ്ഫുള്ളായിട്ട് വേഗം ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ചാക്കി കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് അളവിൽ വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റിച്ചിങ് രീതിയൊക്കെ നോക്കുക നല്ല നീറ്റാണോ എന്നുള്ള കാര്യം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതാ നമ്മൾ വിരലിലിട്ടിട്ട് തന്നെ ഇതുപോലെ ആക്കി കൊടുത്താൽ വേഗം തിരിച്ചിടാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കണം. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇത് വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോസിൽ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ നല്ല വശം തമ്മിൽ കൂട്ടിപ്പിടിച്ചിട്ട് ഇനി ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരുപാട് വീഡിയോസും ഒരുപാട് കളക്ഷനുള്ള വീഡിയോസൊക്കെ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാത്തവരാണെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ പറയുന്നത്, ഇങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നതെന്നുള്ളത്. ആദ്യം കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് സ്ക്രഞ്ചി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്രഞ്ചി ഒരു സ്കിന്നി സ്ക്രഞ്ചി ഉണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോ സ്ക്രഞ്ചിയും ബന്നി സ്ക്രഞ്ചിയും ഒക്കെ ഒന്ന് ചെയ്യാം. അതും കൂടെ ഞാൻ പറഞ്ഞിരുന്നതാണ്. നമ്മുടെ സ്ക്രഞ്ചീൻ്റെ പണി ഏകദേശം തീരാറായി. 7 ഇഞ്ച് അളവിലുള്ള എലാസ്റ്റിക് നമുക്കിനി ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
ഇനി അടുത്ത വീഡിയോ ഒരു സ്കിന്നി സ്ക്രഞ്ചി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വരുന്ന വെറൈറ്റി ആയിട്ടുള്ള സ്ക്രഞ്ചീസ് ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ ഓരോ മെഷർമെൻ്റ് അല്ലേ നമ്മളിപ്പോൾ നോക്കിയ എക്സലിൻ്റെയും ലാർജിൻ്റെയും മീഡിയൻ്റെയും സ്മോളിൻ്റെ ഒക്കെ മിനീൻ്റെ ഒക്കെ സ്കിന്നിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്രഞ്ചീസൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ വരുന്നത് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ വെറൈറ്റി സ്ക്രഞ്ചീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാനും ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ എലാസ്റ്റിക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിതാ നല്ല പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് എലാസ്റ്റിക് നല്ല പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എലാസ്റ്റിക് നല്ല പോലെ സ്റ്റിച്ചായിട്ടില്ലെങ്കിൽ അത് നമ്മൾ വലിക്കുന്ന ടൈമിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിത് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, നൂലൊന്നും വിട്ടു പോകാത്ത രീതിയിൽ നോക്കുക. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ഇത് ചെയ്യുന്ന ടൈമിൽ. പിന്നെ നല്ല നീറ്റായിട്ട് നമ്മൾ എന്താക്കുക ഇതിനെ കൊണ്ടെടുക്കുക. എന്നാൽ മാത്രമേ നമ്മളോട് എന്നും വാങ്ങണമെന്ന് ആൾക്കാർക്ക് തോന്നുള്ളൂ. അപ്പം ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്നുള്ളിലേട്ടാക്കിയിട്ട് ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എലാസ്റ്റിക് ഇട്ട ഭാഗമുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കൂട്ടിയടിച്ച് ഇതാ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മിനി സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കാണാൻ തന്നെ നല്ല കുഞ്ഞതല്ലേ. സാറ്റിൻ ക്ലോത്തിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും. ഇൻഷാല്ലാ സാറ്റിൻ ക്ലോത്ത് വെച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.